വൺ ഓഫ് ദ ഓൾഡ് ചർച്ചായ സെന്റ് സ്റ്റീവൻസ് ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഉള്ളത്. കുടിച്ച ചായ ഏലക്കായ മസാല ചോക്ലേറ്റ് സ്ട്രോങ് നോർമലാണ്. 150 രൂപയാണ്. ശ്രീകോവിലിന്റെ റൈറ്റ് സൈഡിൽ മലേഷ്യയിലെ ഊട്ടിയിലെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ടീ ഫാക്ടറി. പ്ലേറ്റ് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഇപ്പോൾ സമയം കൃത്യം 8 മണി. നിൽഗിരി ഡിസ്ട്രിക്റ്റിലെ വൺ ഓഫ് ദ ഓൾഡ് ചർച്ചായ സെന്റ് സ്റ്റീവൻസ് ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ ചർച്ചിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ സ്റ്റണ്ണിങ് ഗോത്തിക് സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. ബ്യൂട്ടിഫുൾ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ആണ് ഇതിനുള്ളത്. ഭയങ്കര നീളം കൂടിയ തൂണുകളോട് കൂടിയ ചർച്ചാണിത്. 200 വർഷത്തോളം കാലപ്പഴക്കമുള്ള ഈ ചർച്ച് ഇപ്പോൾ ഊട്ടിയിലെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേക്കാണ്. 1908 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ഈ റെയിൽവേ നിർമ്മിച്ചിട്ടുള്ളത്. ഇനീഷ്യലി ഈ റെയിൽവേ വാസ് യൂസ് ടു ട്രാൻസ്പോർട്ട് ടീ ആൻഡ് അതർ ഗുഡ്സ് ഫ്രം നീലഗിരി ഹിൽസ് ടു ദ പ്ലെയിൻസ്. എന്നാൽ ഇപ്പോൾ ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. രാവിലെ 9:30 കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ക്യൂ നിന്ന് വാങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭയങ്കര നീണ്ട ക്യൂ തന്നെയായിരുന്നു. ടിക്കറ്റ് നമുക്കിങ്ങനെ ക്യൂ നിന്നിട്ട് എടുക്കാം. പക്ഷെങ്കിൽ ഒരാൾക്ക് മാക്സിമം 4 ടിക്കറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കൂടിയിട്ട് ട്രിപ്പിന് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ടിക്കറ്റ്സ് കിട്ടിയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് വാങ്ങി വെക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇവിടെ മേട്ടുപ്പാളയം ടു ഊട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് യാത്രയ്ക്ക് വരിക 600 രൂപയും സെക്കൻഡ് ക്ലാസ്സിന് 295 രൂപയും. കൂണൂർ തൊട്ടിട്ട് ഊട്ടിയിലേക്ക് ഫസ്റ്റ് ക്ലാസ്സിന് 350 രൂപയും സെക്കൻഡ് ക്ലാസ്സിന് 150 രൂപയാണ്. ഹെറിറ്റേജ് മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഈ റെയിൽവേ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള സ്റ്റേഷൻ മാസ്റ്റേഴ്സിൻ്റെയും ഇനീഷ്യൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് എടുത്തു വെച്ച കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും വിസിറ്റേഴ്സിന് ഈ ടോയ് ട്രെയിൻ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായും ടോയ് ട്രെയിൻ റൈഡിൽ ജോയിൻ ചെയ്യണം. നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ എൽക്ക് ഹിൽസിലെ മുരുകൻ ടെമ്പിളിലാണ്. 108 പടികളുണ്ട് ഈ അമ്പലത്തിന്. പടികൾ കയറിയാൽ ആദ്യം കാണുന്നത് ശ്രീകോവിലാണ്. ശ്രീകോവിലിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ശ്രീ മുരുക പ്രതിമ ഉള്ളത്. 40 അടി ഉയരത്തിലുള്ള മലേഷ്യയിലെ ബാട്ടു കേവ്സ് എന്ന സ്ഥലത്തുള്ള ശ്രീ മുരുക പ്രതിമയുടെ അതേ മാതൃകയിലാണ് ഈ ഒരു മുരുകന്റെ പ്രതിമയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുരുകന്റെ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞു. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഊട്ടിയിലെ ടീ ഫാക്ടറിയിലേക്കാണ്. ടീ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് ആ കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള എൻട്രി ആണ്. അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. നമ്മൾ മുൻപ് ഊട്ടിയിലേക്ക് വന്നപ്പോൾ കുറെ തവണ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊക്കെ പോയിട്ടുള്ളതാണ്. സോ ഇനിയൊന്നും കയറാൻ സമയമില്ലാത്തതുകൊണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും നമ്മൾ അവിടെ കയറിയില്ല. ദൊഡ്ഡബേട്ട ടീ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഊട്ടിയിലെ ദൊഡ്ഡബേട്ട ഏരിയയിലാണ് നമ്മളുടെ ഈ ടീ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഊട്ടി ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് ഈ ടീ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഈ ഫാക്ടറി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഓപ്പൺ ആവും. ഇവിടെ ഒരുപാട് പേരാണ് കാഴ്ചകൾ കാണാൻ എത്തിയിരിക്കുന്നത്. ഊട്ടിയിലെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ടീ ഫാക്ടറി. നമ്മൾ ഈ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഈ ഫാക്ടറിയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്, അതിൻ്റെ മേക്കിംഗ് രീതിയൊക്കെ ഓഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്ത എല്ലാവർക്കും ഇവിടുത്തെ ചായപ്പൊടി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ഇവിടെ ചായ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും.
ചായയോ കോഫിയോ എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ചായ കുടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ചായപ്പൊടികളൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഉള്ളിൽ കുടിച്ച ചായ. ഏലക്കായ, മസാല, ചോക്ലേറ്റ്, സ്ട്രോങ്, നോർമലാണ്. നല്ല ക്വാളിറ്റി. 1/2 കിലോ 160, 170, 180, 200, 220. ഇത് ഗ്രീൻ ടീയാണ്, ഇത് ലൈം ടീയാണ്, ഇത് ജിഞ്ചർ ടീയാണ്, ഇത് വൈറ്റ് 170 1/2 കിലോ. അത് ഏലക്ക ചായ 200 1/2 കിലോ. മസാല ടീ 220. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഏലക്കായയുടെ ചായപ്പൊടിയും മസാല ചായയുടെ ചായപ്പൊടിയായിരുന്നു വാങ്ങിയിരുന്നത്. चॉकलेट जमा रहे ऐसे ट्रे में चॉकलेट जमाते दोबारा देखिए चलो. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. പല തരം ചോക്ലേറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാഷ്യൂ നട്ട്സിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്സ്, പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. പല നട്ട്സിലും ആൽമണ്ടിലും അങ്ങനെ പല വെറൈറ്റി ചോക്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ വാങ്ങിയത് കാഷ്യൂ നട്ട്സിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്സ് ആയിരുന്നു. മഴ ഉണ്ട്, അതൊന്ന് കഴിക്ക്. അപ്പൊ പ്രത്യേകം ഒരു നമ്മള് വാങ്ങിയതിന്റെ പേരെന്താ? കാഷ്യൂ നട്ട് ഉള്ളതെന്ന് നോക്കും. അങ്ങനുണ്ട്, ടേസ്റ്റ് ഉണ്ടാ? ടീ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ വഴിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കണ്ട കാഴ്ചകളാണിത്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഇവിടെ ചേച്ചിമാരും ചേട്ടന്മാരും വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് കുറച്ച് സീതപ്പഴമായിരുന്നു വാങ്ങിയിരുന്നത്. സീതപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെന്താ? ചക്ക പോലത്തെ ആ മുള്ളുള്ള ദുരിയൻ. അതെത്ര വില? കിലോ 1200 രൂപ. വേണ്ട വേണ്ട. റംബൂട്ടാൻ, പ്ലംസ്, ഇവിടം ഒരുപാട് ബാഗുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു. നമ്മൾ ബാഗൊന്നും വാങ്ങിയില്ല, പക്ഷെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ഷോപ്പിൽ. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു. പൊറോട്ടയും കറിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. ഇതേ നല്ല ഭംഗിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇതേ ആ അങ്ങേ അറ്റത്ത് കാണുന്നത് മെഡിക്കൽ കോളേജാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൈൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ ടിക്കറ്റിന് 30 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴോട്ട് പോയി. നല്ല രസമായിരുന്നു ഇതിൻ്റെ താഴോട്ടുള്ള കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഊട്ടിയിലെ വളരെ കുറച്ച് സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഊട്ടി ശരിക്കും ഒന്ന് കണ്ടുവരണമെങ്കിൽ തീർച്ചയായും ചുരുങ്ങിയത് ഒരു 3-4 ദിവസമെങ്കിലും വേണ്ടി വരും.
നമ്മളിപ്പോൾ കണ്ട സ്ഥലങ്ങൾ കൂടാതെ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് കൂണൂര്, ഗോത്തഗിരി, ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, ബോട്ട് ഹൗസ് ഒക്കെ. ഇവിടെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ, വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഇതാണ് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടു ഗിവ് എ തംസ് അപ്പ്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സ്റ്റേ ഹാപ്പി.